ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായേ നമ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കുടുംബത്തിൻ്റെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർകൾ, നമ്മുടെ എല്ലാം പ്രിയ കോർഡിനേറ്റർ ശ്രീ അനിൽജി, സുലേഖ ഷാജി മാം, അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ആത്മബന്ധുക്കളെ, പ്രിയ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഗുരുസ്ഥാനീയരെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യമേ തന്നെ 4-ാം വയസ്സിലേക്ക് ചുവട് വയ്ക്കുന്ന ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഈ ഒരു വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് നിറയെ അഭിനന്ദനങ്ങളും നന്ദിയുമാണ് അറിയിക്കാനുള്ളത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പരസ്പരം അറിയുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പോലും പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്നാൽ പല സ്ഥലത്തു നിന്നും, കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെയുള്ള ആളുകളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് 4 വർഷമായിട്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. പലപ്പോഴും ഇവിടെയുള്ള ഓരോ അംഗങ്ങളോടും സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയധികം അടുപ്പമുള്ള ആത്മമിത്രങ്ങൾ അല്ലെങ്കിൽ ആത്മബന്ധുക്കൾ എന്നൊക്കെ പറയുന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു അടുപ്പമാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് ഗുരുവിൻ്റെ തിരുവുള്ളമൂറിയ ഒരു അൻപാണ് ഈ യോഗം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും പരസ്പരം ഇങ്ങനെ സ്നേഹത്തോടെ ഈ ഒരു കുടുംബത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. നിത്യവും കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന ആലാപനം കൊണ്ട് ഗ്രൂപ്പ് മുഖരിതമാവുകയാണ്. ഗുരുവിൻ്റെ ധർമ്മം പ്രചരിപ്പിക്കുവാൻ, ഗുരുവിനെ പറ്റിയിട്ടുള്ള അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് എത്രയോ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് അറിവ് പകരാൻ വേണ്ടി ശനിയാഴ്ച ഒരു ദിവസം തന്നെ ബാലവേദി എന്ന പേരിൽ ഇവിടെ കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇഷ്ടത്തോടെ ഭഗവാനിലേക്ക് അടുക്കുകയാണ്. അതുപോലെ അന്താക്ഷരിയിലൂടെയും ചോദ്യോത്തര പങ്ക്തിയിലൂടെയും മറ്റ് പല കാര്യങ്ങളിലൂടെയും ഭഗവാനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഗുരുവിൻ്റെ കൃതികളിലൂടെയെല്ലാം നമുക്ക് മന്നം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ തന്നുകൊണ്ട് ഈശ്വരാരാധന എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കുക എന്നുള്ള ഗുരുവിൻ്റെ മഹത്തായ സന്ദേശത്തെ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം എന്ന ഒരു സന്ദേശം പ്രാവർത്തികമാകുന്ന രീതിയിൽ എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കുടുംബത്തിൽ നടന്നു വരുന്നതെന്ന് നമുക്കറിയാം. അതിനൊക്കെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതി വരില്ല. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോർഡിനേറ്റർ അനിൽജിക്കും അഡ്മിൻ പാനലിലെ എല്ലാ അംഗങ്ങൾക്കും, ചേർന്ന് പ്രവർത്തിക്കുന്ന നല്ല മനസ്സുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഗുരുധർമ്മ പ്രചരണം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ധർമ്മം എന്ന വാക്ക് ഭഗവാൻ പലതവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ കൃതികളിൽ നമുക്ക് കാണാം. ധർമ്മയേവ പരം ദൈവം, ധർമ്മയേവ മഹാധനം, ധർമ്മ സർവത്ര വിജയി, ഭവതു ശ്രേയസേ നൃണാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിലും ശ്രീനാരായണ ധർമ്മസംഘത്തിലും ഒക്കെ ധർമ്മം എന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടുവാനില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങ് സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും എന്ന് ഭഗവാൻ സദാചാരം എന്ന കൃതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ധർമ്മം അതാണ് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. ജീവിതത്തിലുടനീളം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം അതുതന്നെയാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ, നമ്മളെ അങ്ങനെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ജീവചരിത്രത്തിലൂടെയും കൃതികളിലൂടെയും സന്ദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ധർമ്മ പ്രചരണത്തിന് ഇത്രയും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇനിയും ഗുരുവിൻ്റെ ആ ഒരു ധർമ്മ പ്രചരണത്തെ മുൻനിർത്തി അറിവിനെ പ്രചരിപ്പിക്കുവാനും
കൂടുതൽ ആളുകളെ അറിവിലേക്ക് ഭഗവാനിലേക്ക് അടുപ്പിക്കുവാനും ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ. ഇപ്പോൾ വാർഷികാഘോഷം നടത്തുമ്പോൾ പോലും എത്ര കൃത്യമായിട്ടാണ് മത്സരങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കുട്ടികളെ പങ്കെടുപ്പിച്ച് സമയബന്ധിതമായിട്ട് തന്നെ അതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും നമുക്കറിയാം പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് മഹാഗുരുവിൻ്റെ ആ സന്നിധിയിൽ ശിവഗിരി മഠത്തിൽ വെച്ച് തന്നെ മഹാസമാധി മന്ദിരത്തിന് മുൻപിൽ വെച്ച് നമ്മൾ ഒത്തുചേർന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുത്തതും ഒക്കെ നമുക്ക് ഏറെ ആനന്ദമുണ്ടാക്കുന്ന നിമിഷങ്ങളാണ് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം എല്ലാവരെയും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഗ്രൂപ്പിന് ഈ 4ാം വാർഷികത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഇതിൽ ഭാഗമാക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഭഗവാനോട് നിറയെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിലെ അഡ്മിൻ പാനലിലെ ഓരോ അംഗങ്ങളോടും അനുജിയോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും പിന്നെ നമ്മുടെ സുലേഖ ഷാജി മാമിനോടൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയണം, കുഞ്ഞുങ്ങളെയൊക്കെ അത്രയും ഗൈഡ് ചെയ്യുന്നതിന്. അപ്പോൾ എല്ലാവരോടും 2 വാക്കാണ് എനിക്ക് പറയാനുള്ളത്: നന്ദി, അഭിനന്ദനം. ഒപ്പം എല്ലാവർക്കും ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനിയും ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ. അതിന് നമ്മളെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ഗുരു നമ്മുടെ ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഗുരുധർമ്മം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.